നമസ്കാരം. കേരള പോലീസ് ഭരണകൂടത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ അച്ചടക്ക നടപടികളിലൊന്നായിട്ട് മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ MR അജിത് കുമാറിനെതിരെയുള്ള സസ്പെൻഷൻ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. മുൻ LDF സർക്കാരിൻ്റെ കാലയളവിൽ ആലപ്പുഴയിൽ വെച്ച് KSU പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമവും അതിനുശേഷമുണ്ടായ കേസ് അന്വേഷണത്തിലെ അട്ടിമറികളും മുൻനിർത്തിയാണ് നിലവിലെ UDF സർക്കാർ ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടന്നത്. അധികാരമേറ്റ ഉടൻ തന്നെ നീതി ഉറപ്പാക്കുമെന്ന വാഗ്ദാനം നൽകിയ പുതിയ ഭരണകൂടം ഈ വിഷയം അന്വേഷിക്കാൻ SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരുന്ന രീതിയിലാണ് ഷൗക്കത്ത് അലിയുടെ സംഘവും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. മുൻകാലങ്ങളിൽ ആരോപണവിധേയരായവർക്ക് ലഭിച്ചിരുന്ന സംരക്ഷണ കവചങ്ങൾ ഭേദിച്ചുകൊണ്ട് നിയമപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്വേഷണ സംഘം ഓരോ ചുവടും വെച്ചത്. കേസിൻ്റെ വിശദമായ പുനരന്വേഷണം പൂർത്തിയാക്കി ജൂൺ 2-ാം വാരത്തോടെ തന്നെ അന്വേഷണ സംഘം തങ്ങളുടെ ആദ്യ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ സാങ്കേതികപരമായിട്ടുള്ള ചില ചോദ്യങ്ങളും കൂടുതൽ വ്യക്തതയും ആവശ്യപ്പെട്ടുകൊണ്ട് DGP ഈ ഫയൽ മടക്കുകയാണ് ഉണ്ടായത്. ഇത് കേസ് വീണ്ടും നീട്ടിക്കൊണ്ടു പോകാനും ആരോപണവിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനുമുള്ള ശ്രമമാണെന്ന രീതിയിൽ രാഷ്ട്രീയ വൃത്തങ്ങളിലും മാധ്യമങ്ങളിലും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു. സർക്കാരിൻ്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ വിഷയം വളർന്നുവെങ്കിലും ഭരണകൂടം ഇതിൽ അനാവശ്യമായി ഇടപെടാതെ നിയമപരമായിട്ടുള്ള വഴികൾ പൂർണ്ണമായി പാലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വിമർശനങ്ങൾ ശക്തമാകുമ്പോഴും വീഴ്ചകൾ വരാത്ത രീതിയിൽ പക്ക തെളിവുകളോടെ റിപ്പോർട്ട് തിരുത്തി എഴുതാനായിട്ട് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം അണിയറയിൽ പ്രവർത്തനം ഊർജിതമാക്കി. പോലീസ് മേധാവിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അന്വേഷണ സംഘം സമർപ്പിച്ച 2ാമത്തെ റിപ്പോർട്ടാണ് ഈ കേസിൽ ഏറെ നിർണായകമായി മാറിയത്. ആദ്യ റിപ്പോർട്ടിൽ നിയമപരമായിട്ടുള്ള ജാഗ്രതയുടെ ഭാഗമായിട്ട് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അന്നത്തെ ADGP എന്ന് പൊതുവായി വിശേഷിപ്പിച്ചിരുന്ന സ്ഥാനത്ത് പുതിയ റിപ്പോർട്ടിൽ MR അജിത് കുമാർ എന്ന പേരെടുത്ത് തന്നെ അട്ടിമറിയിലെ പങ്ക് രേഖപ്പെടുത്തി. കൃത്യമായ നിർദ്ദേശങ്ങളും തെളിവുകളുമൊക്കെ ഉൾപ്പെടുത്തി SP ഷൗക്കത്ത് അലി നടത്തിയ ഈ ചടുലമായിട്ടുള്ള നീക്കം പോലീസ് ആസ്ഥാനത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. തിടുക്കത്തിൽ കേസ് അവസാനിപ്പിക്കാനോ റിപ്പോർട്ട് നീട്ടിക്കൊണ്ടു പോകാനോ ഇനി സാങ്കേതികമായിട്ട് കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ആഭ്യന്തര വകുപ്പിന് ഉചിതമായിട്ടുള്ള നടപടിയെടുക്കാമെന്ന ശുപാർശയോടെ DGP ഫയൽ സർക്കാരിന് കൈമാറാൻ നിർബന്ധിതനായി. റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ കൈകളിൽ എത്തിയതോടെ ഭരണതലത്തിൽ അതിവേഗത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് തലസ്ഥാനം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ നടന്ന നിർണായകമായ കൂടിക്കാഴ്ചയിൽ ഉദ്യോഗസ്ഥൻ നടത്തിയത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണെന്ന വിലയിരുത്തലിൽ ഇരുവരും ഒരുപോലെ എത്തിച്ചേർന്നു. സർക്കാർ എടുത്ത ഉറച്ച നിലപാടിനൊടുവിൽ സസ്പെൻഷൻ ഉത്തരവിൽ ഒപ്പുവെക്കപ്പെട്ടു. അടിച്ചമർത്തപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കണ്ണീരിന് മറുപടി നൽകുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം ഇവിടെ യാഥാർത്ഥ്യമാക്കപ്പെടുകയായിരുന്നു. നിയമപരമായിട്ടുള്ള യാതൊരു സാങ്കേതിക പിഴവുകളും സംഭവിക്കാത്ത രീതിയിൽ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയത് അത് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന നിയമ പോരാട്ടങ്ങളിൽ സർക്കാരിന് മുൻതൂക്കം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അച്ചടക്ക നടപടി നേരിട്ട സാഹചര്യത്തിൽ ഇതിനെതിരെ നിയമപരമായിട്ടുള്ള വഴികൾ തേടാനായിട്ട് MR അജിത് കുമാർ ഒരുങ്ങുന്നുണ്ടെന്നാണ് സൂചനകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചുകൊണ്ട് സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ നീക്കം. ഈ മാസം 31-ന് നിലവിലെ DGP നിതിൻ അഗർവാൾ പദവിയിൽ നിന്ന് വിരമിക്കാനിരിക്കെ സീനിയോറിറ്റി മാനദണ്ഡം അനുസരിച്ച് അടുത്ത പോലീസ് മേധാവിയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത് അജിത് കുമാറിനായിരുന്നു. എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ വന്ന സസ്പെൻഷൻ അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ട്രൈബ്യൂണലിൽ നിന്നും തനിക്ക് അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിച്ച് സർവീസ് കരിയറിലെ ഏറ്റവും ഉയർന്ന തസ്തിക സ്വന്തമാക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. തനിക്കെതിരെയുള്ള നടപടി പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം അത് ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ നിയമപരമായി തന്നെ നേരിടാനാണ് ആരോപണവിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പദ്ധതിയിടുന്നത്. IPS ഉദ്യോഗസ്ഥർക്ക് ട്രൈബ്യൂണലുകളിൽ നിന്ന് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുള്ള ആശ്വാസ വിധികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടി അനുകൂല ഉത്തരവ് നേടാമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. എന്നാൽ സർക്കാർ സമർപ്പിച്ച കൃത്യമായ ഈ തെളിവുകളും അന്വേഷണ റിപ്പോർട്ടിലെ അന്വേഷണ കണ്ടെത്തലുകളുമൊക്കെ തന്നെ മറികടക്കുക അത്ര എളുപ്പമാകില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഭരണകൂടവും ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നടക്കുന്ന നിയമ പോരാട്ടം കേരളത്തിലെ IPS വൃത്തത്തിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും വൻ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്.